ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമുക്കുള്ളൊരു ഓർഡറാണിത് കേട്ടോ. 1/2 kg ചോക്ലേറ്റ് കേക്കാണ്. ഇന്ന് രാവിലെ തന്നെ വന്നൊരു ഓർഡറാണ് കേട്ടോ. ഇന്ന് ഓർഡറൊന്നും അങ്ങനെ അധികം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓർഡറും ഞാൻ സെറ്റ് ചെയ്ത് ഇന്നൊരു ഫ്രീ ആവായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഈ ഓർഡർ വന്നപ്പോൾ തന്നെ ഏകദേശം കിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോയി. അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് ചോദിക്കാൻ വിട്ടുപോയി, എന്ത് ഡിസൈനാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കേക്കിൻ്റെ ഔട്ട്ലുക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കസ്റ്റമറെ വിളിച്ചിട്ട് ചോദിക്കുകയായിരുന്നു കേട്ടോ, എന്താണ് ചെയ്യേണ്ട ഡിസൈൻ, എന്താണ് കാർട്ടൂൺ തീമാണോ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാർട്ടൂൺ തീമൊന്നും വേണ്ട, മോന് ഗെയിമൊക്കെ ഇഷ്ടമാണ്, ഫ്രീ ഫയർ കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രീ ഫയർ തീമിൽ തന്നെ ആക്കാം എന്ന തീരുമാനത്തിൽ ഞാനും കസ്റ്റമർ എത്തായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിതുവരെ ഫ്രീ ഫയറിൻ്റെ തീമിൽ കേക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കും ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഫ്രീ ഫയറിന് ചെയ്യുമ്പോൾ. നല്ലൊരു രസമാണല്ലോ അങ്ങനെ ചെയ്യാത്ത കേക്കുകളൊക്കെ ചെയ്ത് നോക്കുന്നത്. ഞാൻ വലിയൊരു ബേക്കറൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് കുറ്റങ്ങൾ എന്തെങ്കിലും കണ്ടാൽ തന്നെ നിങ്ങൾ എന്നോട് ഇവിടെ പറയണം കേട്ടോ. 3:30 ആകുമ്പോഴേക്കും ഈ കേക്ക് ഡെലിവറി ചെയ്യേണ്ടതുണ്ട്. മക്കളെ സ്കൂളിൽ വിളിക്കാൻ പോകുമ്പോൾ അങ്ങനെ ടീച്ചർക്ക് കൊടുക്കാം എന്നൊരു പ്ലാനിലാണ് ഞാനുള്ളത് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ കേക്കിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ പോയി കേക്കിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് കേക്ക് ബേക്ക് ചെയ്ത് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ ഒരു സമയമായി. അപ്പോൾ ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. നല്ലതുണ്ടെങ്കിലും പറയാം, ചീത്ത ഉണ്ടെങ്കിലും പറയാം. കാരണം വളർന്നു വരുന്ന നമുക്കൊക്കെ അതൊരു പ്രചോദനമാണല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ ടു എവറിബഡി.